ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. കോമ്പസ് സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ടൈപ്പ് ഓഫ് മെറിഡിയൻസും ടൈപ്പ് ഓഫ് ബിയറിംഗ്സും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. നോക്കിയേ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ തന്നിരിക്കുന്ന ആംഗിളിനെ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക. അതുപോലെ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ തന്നിരിക്കുന്ന ഒരു ആംഗിളിനെ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലേക്കും കൺവെർട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് എന്നാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പോകണം. ഒരു എന്നാ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. തൽക്കാലം ഇതാണ് എനിക്ക് എന്ത് തന്നിരിക്കുന്നത്, ഹോൾ സർക്കിൾ ബിയറിംഗിൽ തന്നിരിക്കുന്നത്. ഹോൾ സർക്കിൾ ബിയറിംഗ് എന്താ? ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നോർത്തിൽ തുടങ്ങി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 0 to 360 ഡിഗ്രി വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ഹോൾ സർക്കിൾ ബിയറിംഗ്. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, കൺവെർട്ട് ചെയ്യണം. അല്ലേ, എന്തിലോട്ട് കൺവെർട്ട് ചെയ്യണം? ക്വാഡ്രന്റൽ ബിയറിംഗ്. നോക്കി, എൻ്റെ ലൈൻ മാറുന്നില്ല, ലൈൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ബിയറിംഗ് മാറും. എങ്ങനെ? ഹോൾ സർക്കിളിൽ നോർത്തിൽ നിന്ന് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമെങ്കിൽ ഇവിടെ എന്താ, തൊട്ടടുത്ത് കിടക്കുന്ന മെറിഡിയൻ പോയിന്റിൽ നിന്നും നമ്മൾ സർവേ ലൈനിലോട്ട് എടുക്കണം. അല്ലേ, സോ എന്താ, ഈ തീറ്റയെ ഞാൻ എന്തായിട്ട് കൺവെർട്ട് ചെയ്യണം? ഈ തീറ്റയായിട്ട് കൺവെർട്ട് ചെയ്യണം. ഇതെങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വെറും പടത്തിലൂടെ മാത്രം, ഒരു ഇക്വേഷനും കാണാതെ പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, പടം വരച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് കുറച്ച് പ്രോബ്ലത്തിൽ കൂടെ ഡീൽ ചെയ്യാം. നോക്കിയേ, ഈ പ്രോബ്ലം ഒന്ന് നോക്കുക. എന്താ നമ്മുടെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്? കൺവെർട്ട് ഗിവൺ WCB ടു ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം. ഓക്കെ, കൺവെർട്ട് ചെയ്യുക. കൺവെർട്ട് ഗിവൺ WCB ഹോൾ സർക്കിൾ ബിയറിംഗ് ടു ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം. കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ആദ്യത്തെ ആംഗിളിനെ ഞാൻ എടുത്തെഴുതുക. എന്താ? 48 ഡിഗ്രി 20 മിനിറ്റ്. ഓക്കെ, നോക്കി, ഈ ആംഗിൾ ഞാൻ എങ്ങനെ പറഞ്ഞ 48 ഡിഗ്രി 20 മിനിറ്റ്, അതായത് ആംഗിളിനെ റെപ്രസെന്റ് ചെയ്തൊരു രീതിയാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ ഒരു സർക്കിൾ. ഓക്കെ, ഒരു സർക്കിൾ അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഭൂമിയാണ്. ഓക്കെ, ഇതല്ലേ നോർത്തിൽ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം, കറങ്ങി തിരിച്ച് നോർത്തിലേക്ക് വരികയാണ്. ശരി, നമുക്കെല്ലാവർക്കും അറിയാം ഒരു ലൈനിൻ്റെ ആംഗിൾ എത്ര? 180 ഡിഗ്രി അല്ലേ. ഇവിടെ നിന്ന് അവിടെ പോകുമ്പോൾ 180 ഡിഗ്രി. അത് തിരിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ഒരു സർക്കിൾ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 180 കൂടെ അല്ലേ. സോ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ എത്രയായിരിക്കും ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്? 360 ഡിഗ്രി. നോക്കിയേ, ഇവിടെ തുടങ്ങി, ഈ 0-യിൽ തുടങ്ങി ഞാനിങ്ങനെ പോയി അതേ 0-യിൽ തിരിച്ചെത്തുമ്പോൾ 360 ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതായത് ഇതിനെ ഞാൻ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി തുടങ്ങി 90 ഡിഗ്രി വന്ന് 180 ഡിഗ്രി 270 ഡിഗ്രി 360 ഡിഗ്രി. അതെന്താ സംഭവം? ഇതിൻ്റെ എർത്തിൻ്റെ സെൻറ്ററുമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഡിഗ്രി ആയിരിക്കും. 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി 270 ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇതിലെ ഒരു പോർഷൻ, ഈ ഫസ്റ്റ് പോർഷൻ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോർഷൻ അല്ലേ. ഞാനൊരല്പം വലുതായിട്ട് വരയ്ക്കുവാണേ. ഫസ്റ്റ് പോർഷൻ 0 ഡിഗ്രി തൊട്ട് 1 ഡിഗ്രി വരെയുള്ള എൻ്റെ ഈ ഫസ്റ്റ് പോർഷൻ, 0 ഡിഗ്രി തൊട്ട് 1 ഡിഗ്രി വരെയുള്ള എൻ്റെ ഫസ്റ്റ് പോർഷൻ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് മാറ്റി വരച്ചു. നോക്കിയേ, ഇതിനെ ഞാൻ 60 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 60 പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. എത്രയായിരുന്നു? 60 പാർട്സ്. 60 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 60 പാർട്ടുകൾ. അതായത് ഇവിടെ വരുമ്പോൾ ഇത് എത്രയാവും? 59 ആവും. 60 എന്ന് പറയുന്നതാണ് എത്ര? 1. ഇവിടെ നമ്മൾ 360 0ക്ക് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞ കണക്ക് 16th പാർട്ടാണ് എത്ര? 1 എന്ന് പറയുന്നത്, 1 ഡിഗ്രി എന്ന് പറയുന്നത്. 1 ഡിഗ്രി. ഓക്കെ, 16th പാർട്ടാണ് ഇത് 1 ഡിഗ്രി എന്ന് പറയുന്നത്. നോക്കിയേ, അങ്ങനെ 1 ഡിഗ്രിയെ 60 തവണ 60ആയി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ആ ഒരു പോർഷൻ്റെ ആംഗിളാണ് 1 മിനിറ്റ്. 1 മിനിറ്റ്. ഓക്കെ, 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1 ഡിഗ്രിയെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു പോർഷനാണ് എത്ര? 1 മിനിറ്റ്. ഇത്രയും പോർഷനിലെ ആംഗിളാണ് 1 മിനിറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ആ 1 മിനിറ്റിന് എടുക്കാൻ പോകുന്നു. 1 മിനിറ്റ്. നോക്കിയേ, ഇവിടം തൊട്ട് ഇതുവരെ അല്ലേ. ഇത് എത്രയായിരുന്നു?
0 ഡിഗ്രിയാണ്. ഇത് എത്രയാണ്? 1 മിനിറ്റ് ആണ്. ഇതാ ഇത്രയും പോർഷൻ മാത്രം, 1 മിനിറ്റ്. ഇതാ ഇത്രയും പോർഷനാണ് ഞാൻ അവിടെ എടുത്ത് വരച്ചിരിക്കുന്നത്. മനസ്സിലാവാനായിട്ട് ഒത്തിരി വലുതായിട്ട് വരച്ചിരിക്കുന്നു, 1 മിനിറ്റ്. ഓക്കെ, ഈ 1 മിനിറ്റിനെയും ഞാൻ എത്രയായി ഡിവൈഡ് ചെയ്യുന്നു? 60 ഡിവൈഡ് ചെയ്യുന്നു. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 60 പാർട്സ്. ഓക്കെ, 60 പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് 1 മിനിറ്റ് അതിന് ഞാൻ എത്ര ചെയ്യുന്നു? 60 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിലെ ഓരോ പോർഷനിലുമുള്ള ആംഗിൾ ആയിരിക്കും എത്ര? 1 സെക്കൻഡ്. ഓരോ പോർഷനിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണെന്ത്? 1 സെക്കൻഡ്. ഓക്കെ ആണല്ലോ? ശരി, ഇതാ ശ്രദ്ധിച്ചിരിക്കണേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും നോക്കി, 60 പാർട്ട് അല്ലേ? 60 പാർട്സ്. ഇവിടെയും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 60 അല്ലേ? 60 പാർട്സ്. നോക്കിയേ, ഇങ്ങനെ 60 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 6 എന്ന് പറയുന്ന ആ ഒരു 60 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡെസിഗ്നേഷൻ സിസ്റ്റം ഓഫ് ആംഗിൾ, ഈ ഒരു ആംഗിളിന്റെ ഡെസിഗ്നേഷൻ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് സെക്സാഗെസിമൽ സിസ്റ്റം. സെക്സാഗെസിമൽ സിസ്റ്റം. എന്തുകൊണ്ട് ഇങ്ങനെ സെക്സാഗെസിമൽ എന്ന് പറയുന്നു? 60 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോന്നിനെ നമ്മൾ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത്? സെക്സാഗെസിമൽ എന്ന് പറയുന്നത്. 60യുടെ സെക്സാഗെസിമൽ. 60 സെക്സാഗെസിമൽ. ഒരിക്കലും മറന്നു വരും. ഇനി നമുക്ക് പോകെ ഒത്തിരി ടൈപ്സ് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോഴെന്താ, ഈ സെക്സാഗെസിമൽ ഏതാണെന്ന് മറന്നു പോകരുത്. ഡിവൈഡഡ് ബൈ 60 ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിനെ സെക്സാഗെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്ത് ഈ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ അർത്ഥം എന്താ? 48 ഡിഗ്രി 20 മിനിറ്റ്. ഇനി നമുക്ക് ഇതിലൊന്നുമില്ല ചെയ്യാൻ, ജസ്റ്റ് പടങ്ങൾ വരച്ചു കൊടുത്താൽ മതി. നോക്കിയേ, ക്വാഡ്രൻ്റൽ എന്ത് പറഞ്ഞാലും നമ്മൾ ആദ്യം മെറിഡിയൻ വരയ്ക്കുക, എന്നിട്ട് അതിനെ നോർത്ത് എന്ന് മാർക്ക് ചെയ്യുക, ദേ ഈസ്റ്റ് മാർക്ക് ചെയ്യുക, സൗത്ത് മാർക്ക് ചെയ്യുക, വെസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ടേ നമുക്ക് അടുത്ത പണി ചെയ്യാനുള്ളൂ. ആദ്യം നോർത്ത് മാർക്ക് ചെയ്ത് നോർത്തിന് ഒരു ആരോ ഒക്കെ കൊടുത്ത് വെക്കുക. ഇനി എന്തായി പറയുന്നത്? 48 ഡിഗ്രി 20 മിനിറ്റ് വരയ്ക്കുക. 48 ഡിഗ്രി എന്ന് പറയുന്നത് 0, ഇതല്ലേ 0. 0ക്ക് 90ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. സോ ഇത് എത്രയായിരിക്കും? 48 ഡിഗ്രി 20 മിനിറ്റ്. ഇതെന്താണെന്നും കൂടെ നമ്മൾ കൂടെ എഴുതുക. നമ്മൾ ചെയ്യുന്ന എല്ലാം ഒരു പ്രൊസീജിയർ അങ്ങ് ഫോളോ ചെയ്യുക. ഓക്കെ, അല്ലാതെ ഇടയ്ക്ക് കയറി നമ്മൾ മിസ്സാക്കാൻ നിൽക്കരുത്. നമ്മൾ ഇതിൽ പ്രോ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് നോക്കി തന്നെ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം മെറിഡിയൻ വരയ്ക്കുക, അതിന് ആരോ കൊടുക്കുക, അതിനുശേഷം ക്രോസ് ആയിട്ട് അടുത്ത ഡയറക്ഷൻ വരയ്ക്കുക, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് മാർക്ക് ചെയ്യുക, തന്നിരിക്കുന്ന ആംഗിൾ മാർക്ക് ചെയ്യുക, നോർത്തിൽ നിന്ന് മാർക്ക് ചെയ്യുക, താഴെ അത് WCB ആണെന്ന് എടുത്തെഴുതുക. ഇത്രയും പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ശരി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലോട്ട്. അതിൻ്റെ പ്രൊസീജിയർ എന്താ? ആദ്യം ഞാൻ നോർത്ത് വരയ്ക്കുന്നു, ആരോ കൊടുക്കുന്നു, ഈ അതിന് ക്രോസ് ആയിട്ടുള്ള ഡയറക്ഷൻ വരയ്ക്കുന്നു, ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ആംഗിൾ വരയ്ക്കുന്നു, എൻ്റെ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ചെയ്യാനുള്ളത് കണ്ടുപിടിക്കാനുള്ള ആംഗിളിനെ മാർക്ക് ചെയ്തിരുന്നു. നോക്കിയാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏറ്റവും അടുത്തുള്ള, നമുക്ക് ഹോൾ സർക്കിൾ ക്വാഡ്രന്റൽ ബിയറിങ്ങിലോട്ടല്ലേ മാറ്റാനുള്ള, ഏറ്റവും അടുത്തുള്ള മെറിഡിയൻ ഏതാണ്? നോർത്തിൽ നിന്നാണ്. ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം വേണം ബാക്കി നമ്മൾ ആലോചിക്കാൻ. ഓക്കെ, ഇതാ ഇത്രയും വരച്ചു. ഈ കണ്ടുപിടിക്കാനുള്ള ആളിനെ കൂടി മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആലോചിക്കാനായിട്ട് നിൽക്കാവൂ. ശരി, ഈ ആംഗിൾ എത്ര? ഈ ആംഗിൾ ഇവിടെ സെയിം അല്ലേ? 48 20. ഓക്കെ, 48 ഡിഗ്രി 20 മിനിറ്റ്. ഇതിനെ എങ്ങനെ എഴുതുന്നു? ഇത് ഇവിടെ നമ്മൾ നേരത്തെ എഴുതാനുള്ളതായിരുന്നു ക്വാഡ്രന്റൽ ബിയറിംഗ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മൾ ഉത്തരം എഴുതാനുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതുക. തീറ്റ ഈസ് ഈക്വൽ ടു നോർത്തിൽ നിന്നും 48 ഡിഗ്രി 28 മിനിറ്റ് മാറി ഈസ്റ്റിലേക്ക്. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, തൊട്ടടുത്ത് തന്നെ എഴുതുക. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. എത്ര? 130 ഡിഗ്രി അല്ലേ? ഹോൾ സർക്കിൾ ബിയറിംഗിൽ എത്ര തന്നിരിക്കുന്നത്? 130. ഇതാ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കോ. ആദ്യം തന്നിരിക്കുന്നത് അതിൻ്റെ ആരോ നോർത്ത് സൗത്ത്, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് WCB ആണെന്ന് എഴുതി. തന്നിരിക്കുന്നത് എത്ര? തന്നിരിക്കുന്ന മാർക്ക് ചെയ്യുക. തന്നിരിക്കുന്നത് 130 ഡിഗ്രി. തന്നിരിക്കുന്നത് 130 ഡിഗ്രി. എവിടെ വരും? 0 ഡിഗ്രി ആണെന്നറിയാം, 90 ഡിഗ്രി ആണെന്നറിയാം, ഇത് 180 ആണെന്നറിയാം. സോ 130 എവിടെ വരുന്നത്? ഇതിൻ്റെ ഇടയിൽ വരും. ഈ തന്നിരിക്കുന്ന ആംഗിൾ മാർക്ക് ചെയ്ത് വെക്കുക, 130 ഡിഗ്രി. ഇനി എന്ത് ചെയ്യുക? ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണല്ലേ. എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? ചെയ്യുന്നു. നമ്മൾ നോർത്ത് എഴുതുന്നു,
നമ്മൾ അടുത്ത വര കൊടുക്കുന്നു, ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ മാർക്ക് ചെയ്യുന്നു, ഇത് ക്വാഡ്രന്റൽ ബിയറിംഗ് ആണെന്ന് എഴുതുന്നു. കണ്ടുപിടിക്കാനുള്ള ആംഗിളും കൂടി മാർക്ക് ചെയ്യുന്നു. കണ്ടുപിടിക്കാനുള്ള ആംഗിൾ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുന്നു അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാവും. നോക്കിയേ, ഈ തന്നിരിക്കുന്ന ആംഗിൾ എത്ര? 130 അല്ലേ? 130 ഡിഗ്രി. 130 ഡിഗ്രി. അതിനെ ഇവിടോട്ട് എഴുതി കൊടുക്കാം. 130 ഡിഗ്രി. 130 ഡിഗ്രി. നോക്കിയേ, ഒരു ലൈൻ ഫുൾ എത്ര? ഒരു ലൈനിൻ്റെ ഫുൾ ആംഗിൾ എത്ര? 180 ഡിഗ്രി. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. ഇതോട്ട് ഇതുവരെ 180 180. അതിൽ നിന്ന് ഇതുവരെ 130 പോയി അല്ലേ? 130 പോയി. ബാക്കി എത്ര ഉണ്ട്? 50 ഉണ്ട് അല്ലേ? 50. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ല, ചുമ്മാ പടം വരച്ച് കണ്ടുപിടിച്ചു. ഇവിടെ തന്നെ നമ്മൾ എന്ത് എഴുതുക? ഉത്തരം എഴുതി കൊടുക്കുക. എങ്ങനെ? സൗത്തിൽ നിന്നും 50 ഡിഗ്രി ഈസ്റ്റിലേക്ക് ഇവിടെ തന്നെ എഴുതി കൊടുക്കുക. ഇതാണ് എന്തെൻ്റെ റെഡ്യൂസർ ബിയറിംഗ്. മനസ്സിലായല്ലോ? ശരി, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ എത്ര? 195 to 10. 195 to 10. ഓക്കെ, നോർത്ത്, അടുത്ത വര ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്, ഹോൾ സർക്കിൾ ബിയറിംഗ്. തന്നിരിക്കുന്ന എത്ര നമ്മുടെ ആംഗിള്? 195 to 10. 195 to 10. ഓക്കെ, 195 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് വരും? 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. 190 ഡിഗ്രി, 195 ഡിഗ്രി, 2 മിനിറ്റ് 10 സെക്കൻഡ്. 195 ഡിഗ്രി, 95 ഡിഗ്രി, 2 മിനിറ്റ് 10 സെക്കൻഡ്. ഇത് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കൂടെ എഴുതിയിട്ട് കണ്ടുപിടിക്കാനുള്ളത് തൽക്കാലം നമുക്ക് അപ്പുറത്തേക്ക് എഴുതാം. ഓക്കെ, നമ്മളിതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഒറ്റപ്പടത്തിൽ തന്നെ വരയ്ക്കാം കേട്ടോ. നേരെ പഠിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒറ്റപ്പടത്തിൽ വരയ്ക്കാം. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റൽ ബിയറിംഗ് ആണെന്ന് എഴുതി നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ മാർക്ക് ചെയ്തു. കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള മെറിഡിയൻ. നിയറസ്റ്റ് മെറിഡിയൻ എന്ന് പറയുമ്പോൾ സൗത്ത് ആണ് അല്ലേ? നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂ എത്ര ഉണ്ട്? അതായത് മൊത്തത്തിൽ എത്രയാണെന്ന് എനിക്കറിയാം. 195 ഡിഗ്രി 2 മിനിറ്റ് 10 സെക്കൻഡ് ആണെന്ന് എനിക്കറിയാം അല്ലേ? ഇത് മൊത്തത്തിൽ എത്രയുണ്ട്? 195 ഡിഗ്രി 2 ഇതെല്ലാം ഉണ്ട്. ഓക്കെ, സോ ഈ ആംഗിൾ എനിക്ക് കണ്ടുപിടിച്ചൂടെ? ഈ ആംഗിൾ എത്ര? ഒരു ലൈനിൻ്റെ ആംഗിൾ അല്ലേ? ഇതെന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി. ഒരു ലൈനിൻ്റെ ഫുൾ ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. എനിക്കിനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് 180 ആണെന്ന് അറിയാം, ഇത് ടോട്ടൽ 195 to 10 ആണെന്ന് അറിയാം. സോ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ റെഡ് ലൈൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മൊത്തത്തിലുള്ളതിൽ നിന്ന് ഇത്രയും കുറച്ചാൽ മതി അല്ലേ? നോക്കിയേ, മൊത്തത്തിലുള്ളതിൽ നിന്ന് ഇതുവരെ ഉള്ളത് കുറച്ചാൽ എനിക്ക് ഈ ആംഗിൾ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മതി? മൊത്തത്തിൽ എത്ര ഉണ്ട്? 195 ഡിഗ്രി 2 മിനിറ്റ് 10 സെക്കൻഡ്. മൊത്തത്തിൽ കണ്ടോ? മൊത്തത്തിലുണ്ട്. ഇനി ഇതിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? ഇതുവരെയുള്ള 180നെ കുറച്ച് കൊടുത്തത് 180 ഡിഗ്രി. ഓക്കെ, ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നതാണ് നമുക്ക് ആൻസർ? ഇതിൽ നിന്ന് 180 പോവുകയാണെങ്കിൽ 15 ഡിഗ്രി 2 മിനിറ്റ് 10 സെക്കൻഡ്. ഓക്കെ, എവിടെ എഴുതുക? അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എഴുതി കൊടുക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി 2 മിനിറ്റ് 10 സെക്കൻഡ്. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ പടം വരച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. പടത്തിൽ എന്താ മാർക്ക് ചെയ്യാനുള്ള? ഒരു ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കാം. നോക്കിയേ, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന 360 ഡിഗ്രി ആണല്ലേ? ഇത് എത്ര വരുന്നുണ്ട്? 90 വരുന്നുണ്ട്. ഇതെത്രയാണ്? 180 ഡിഗ്രി വരുന്നുണ്ട്. ഇതെത്രയാണ്? 270 വരുന്നുണ്ട്. 300 ആകുമ്പോഴത്തേക്ക് എവിടെ വരും? ഇവിടെ വരും അല്ലേ? ഹോൾ സർക്കിൾ ബിയറിംഗ് ആകുമ്പോൾ നോർത്തിൽ നിന്ന് തുടങ്ങണം. മൊത്തത്തിൽ എത്ര? 300 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് കൺവെർട്ട് ചെയ്യണം അല്ലേ? ശരി, ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് ഞാൻ നോർത്ത് വരയ്ക്കുന്നു, ഈസ്റ്റ് സൗത്ത് ക്വാഡ്രന്റൽ ബിയറിംഗ് ആണെന്ന് മാർക്ക് ചെയ്യുന്നു, വെസ്റ്റ് എൻ്റെ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണ്? 300 ഡിഗ്രി ആണെന്ന് മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കാനുള്ള ഏതാണെന്ന് മാർക്ക് ചെയ്യുക. കണ്ടുപിടിക്കാനുള്ള അതേ നിയറസ്റ്റ് മെറിഡിയനിൽ നിന്നുള്ള അളവാണ് അല്ലേ? നോക്കി, ഇത് മൊത്തത്തിൽ എത്രയുണ്ട്? ഈ പോയിന്റിന് ചുറ്റിലും എത്ര ഉണ്ടടാ? മൊത്തത്തിൽ 360 ഉണ്ടല്ലേ? 360 ഇത് മൊത്തത്തിൽ. സോ ഇത്രയാണ് എനിക്ക് വേണ്ടത്. 360 നിന്നും ഇത് തൊട്ട് ഇതുവരെ എത്രയുണ്ട്? 300 ഉണ്ട് അല്ലേ? ടോട്ടൽ എത്രയുണ്ട്? 360 ഉണ്ട്. ഇത് തൊട്ട് ഇതുവരെ 300 ഉണ്ട്. സോ ഇതെന്ന് പറയുന്ന 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതെങ്ങനെ നമ്മൾ എഴുതുക? തീറ്റ 60 ഡിഗ്രി
തീറ്റ ഈസ് ഈക്വൽ ടു നോർത്ത് 60 ഡിഗ്രി ടുവേർഡ്സ് വെസ്റ്റ്, നോർത്ത് 60 ഡിഗ്രി ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, നോർത്ത് 60 ഡിഗ്രി ടുവേർഡ്സ് വെസ്റ്റ്. നോക്കി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്വാഡ്രൻ്റ് എഴുതി കൊടുക്കുക, വിട്ടുപോകരുതേ. ക്വാഡ്രൻ്റ് എഴുതാനായിട്ട് എത്ര, ഏതാ ക്വാഡ്രൻ്റ്? ക്വാഡ്രൻ്റ് ഏതാ നമ്മുടെ? സൗത്തിൽ നിന്നും വെസ്റ്റിലേക്ക് അല്ലേ? സൗത്ത് 15 ഡിഗ്രി 2 മിനിറ്റ് 10 സെക്കൻഡ് വെസ്റ്റിലേക്ക് നമ്മൾ നോക്കുക. ഓക്കെ, ശരി. ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷൻ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ പോർഷൻ എന്താ? രണ്ടാമത്തെ പോർഷനിൽ നേരെ തിരിച്ച്, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, ഹോൾ സർക്കിൾ ബിയറിംഗിൽ നിന്നും ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് മാറ്റി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കൺവേർട്ട്. ഈ തന്നിരിക്കുന്ന ഏത് ബിയറിംഗ് സിസ്റ്റം ആണ് നോക്കിയേ, ക്വാഡ്രന്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, നോർത്ത് ഈസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ കൺവേർട്ട് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം ടു ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഇവിടെ ഫോളോ ചെയ്യുക. ആദ്യം തന്നിരിക്കുന്നത് വരയ്ക്കുക. ഓക്കെ, തന്നിരിക്കുന്നത് അങ്ങനെ നോർത്ത്, ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതേതാണ്? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത് അല്ലേ, ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം. അതിൽ ആംഗിൾ എവിടെ വന്നിരിക്കുന്നത്, നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് അല്ലേ. നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് എത്ര, 30 ഡിഗ്രി 10 മിനിറ്റ് 20 സെക്കൻഡ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, ഹോൾ സർക്കിൾ ബിയറിങ്ങിലോട്ട് മാറ്റണം അല്ലേ. നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. എപ്പോഴും ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ നോർത്തിൽ നിന്നും തുടങ്ങുക അല്ലേ. മാഗ്നറ്റിക് അല്ലെങ്കിൽ ട്രൂ നോർത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. ഇത് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി 10 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാഗ്നറ്റിക് ക്വാഡ്രന്റൽ ബിയറിങ്ങിലും ട്രൂ ബിയറിങ്ങിലും ആംഗിൾ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ നോക്കാം. സൗത്ത് 10 ഡിഗ്രി ഈസ്റ്റ് തന്നിരിക്കുന്നത് എങ്ങനെ, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. സൗത്ത് എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, സൗത്ത് 10 ഡിഗ്രി ഈസ്റ്റ്, അതായത് സൗത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് 10 ഡിഗ്രി. ഓക്കെ, സൗത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് എത്ര മാറി, 10 ഡിഗ്രി അല്ലേ. സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 10 ഡിഗ്രി മാറിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, റെഡ്യൂസ്ഡ് ബിയറിംഗ് അഥവാ ക്വാഡ്രന്റൽ ബിയറിംഗ് ആണ്. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, ഹോൾ സർക്കിൾ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഹോൾ സർക്കിൾ ബിയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആംഗിൾ ഏതാണെന്നും ആദ്യമേ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതായത് ഇതാണ് എൻ്റെ ആംഗിൾ. ഓക്കെ, തന്നിരിക്കുന്ന ആംഗിൾ മാർക്ക് ചെയ്യുക. എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും, നോക്കിയേ. ഈ നോർത്ത് തൊട്ട് സൗത്ത് വരെ എത്രയുണ്ട്, മൊത്തത്തിൽ എത്ര ഉണ്ടടാ, 180 ഡിഗ്രി അല്ലേ. 180 ഡിഗ്രിയിൽ ഇത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഇവിടുത്തെ തീറ്റ നമുക്ക് എത്ര കിട്ടും, നമുക്ക് വേണ്ട തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തീറ്റ ഈസ് ഈക്വൽ ടു മൊത്തത്തിൽ എത്ര, 180 എന്ന് 10 ഉറച്ചാൽ മതി അല്ലേ. 180 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 170 ഡിഗ്രി. ഓക്കെ, പടം വരയ്ക്കുന്നു, ജസ്റ്റ് നമ്മൾ ആ റിലേഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു 2 പ്രോബ്ലംസ് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് എങ്ങനെ വരുന്നേ, ഈസ്റ്റ് മാറ്റി നമുക്ക് ഇവിടെ എന്താക്കാം, വെസ്റ്റ് ആക്കാം. സൗത്തിൽ നിന്നും 10 ഡിഗ്രി 25 സെക്കൻഡ് വെസ്റ്റിലേക്ക്. സൗത്ത്, ഇതാണ് നമ്മളെ സൗത്ത് അല്ലേ. സൗത്തിൽ നിന്നും 25 ഡിഗ്രി 10 മിനിറ്റ് 25 സെക്കൻഡ് വെസ്റ്റിലേക്ക് മാറുകയാണ്. എനിക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, ഇനി നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പോവുക. ഈ ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇത് എത്രയുണ്ട്, 180 ഡിഗ്രി ഉണ്ട് അല്ലേ. സോ ആ ടോട്ടൽ എത്രയായിരിക്കും, ടോട്ടൽ എനിക്ക് കണ്ടുപിടിക്കാനുള്ള തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും, തീറ്റ ഈസ് ഈക്വൽ ടു 180 പ്ലസ് 25 ഡിഗ്രി 10 മിനിറ്റ് 25 സെക്കൻഡ് അല്ലേ. 205 ഡിഗ്രി 10 മിനിറ്റ് 25 സെക്കൻഡ് അല്ലേ. നിങ്ങൾ എന്താ ഇത് ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഇതിൽ വേറെ ഇക്വേഷൻസ് നമുക്ക് ടെക്സ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 6 ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട, അതൊന്നും വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ശരി. നോർത്ത് 30 ഡിഗ്രി വെസ്റ്റ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇനി ഇതാ നോക്കിയേ, ഒരു കാര്യം നമുക്കിവിടെ നോക്കാനുള്ളത്, നമ്മുടെ മെറിഡിയൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, മെറിഡിയൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ക്വാഡ്രന്റിലും ലൈൻ കിടക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് എൻ്റെ ലൈൻ AB കിടക്കുന്നത് മെറിഡിയൻ്റെ ഡയറക്ഷനിലാണ്, എന്ത് പറയും, ഇങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ, ഇങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ, ഇങ്ങനെ. നോക്കി, ഇവിടെ ആംഗിൾ എന്ന് നമുക്ക് പറയാമല്ലോ, മെറിഡിയൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ആ ചുവപ്പ് കളറാണ് എൻ്റെ ലൈൻ, അതിന് എന്ത് പറയും,
ഓക്കെ, എ ബി എന്ന് പറയുന്ന ലൈൻ ഞാൻ എ ബി എന്ന് പറയുന്ന ലൈൻ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് എങ്ങോട്ട് നോർത്തിലോട്ട് നോക്കി കിടക്കുകയാണല്ലേ, നോർത്ത് മെറിഡിയനിൽ കിടക്കുകയാണ്. സോ ഇതിനെ പറയുന്ന പേരാണ് ഡ്യൂ നോർത്ത്. എന്തെന്ന് പറയൂടാ? ഡ്യൂ നോർത്ത്. അപ്പോൾ ഇതെന്താണ്? ഈസ്റ്റിലോട്ടല്ലേ കിടക്കുന്നത്. സോ ദിസ് ഈസ് ഡ്യൂ ഈസ്റ്റ്. ദിസ് ഈസ് ഡ്യൂ സൗത്ത്. ദിസ് ഈസ് ഡ്യൂ വെസ്റ്റ്. അങ്ങനെ മെറിഡിയനിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡ്യൂ ചേർത്ത് പറയും. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്താ കൺവെർഷനിലുള്ളത്. ഓക്കെ, കൺവെർഷനിലുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർ ബിയറിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് ബിയറിംഗ് ആൻഡ് ബാക്ക്വേഡ് ബിയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, ശരി, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എനിക്കൊരു ലൈൻ ഉണ്ട്, ബി സി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഉണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ലൈനിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി സി, അടുത്ത ഓപ്ഷൻ സി ബി, അടുത്ത ഓപ്ഷൻ ബോത്ത്. ഓക്കെ, ഈ 3 ഓപ്ഷനുള്ള എനിക്ക് എന്താ ബി സി എന്ന് പറയുമോ സി ബി എന്ന് പറയുമോ അത് എന്ത് വേണമെങ്കിലും പറയാമോ? അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സർവേ ലൈൻ ഏത് പ്ലോട്ടിൽ കിടക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഞാൻ ആ വരച്ചിരിക്കുന്ന ബി സി ലൈൻ എന്ന് പറയുന്നത് ഇതാ, ബി സി എന്ന് പറയുന്ന ലൈൻ ഏതാ? ഇതാ. ഓക്കെ, അത് എ ബി സി ഡി ഇ എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സ് കിടക്കുകയാണ്. ഓക്കെ, ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ട്, തൽക്കാലം അത്രയും പഠിച്ചു വെച്ചിരുന്നത് ഒരു പ്ലോട്ട്. ഓക്കെ, അതിൻ്റെ പേരെന്താ? എ ബി സി ഡി. ഓക്കെ, ഇനി അതേ ലൈൻ വേറൊരു ട്രാവേഴ്സ് കിടക്കും. ഓക്കെ, ബി ഉണ്ട്, സി ഉണ്ട്, നമ്മുടെ ഡി അവിടെ ഉണ്ട്, ഇ ഉണ്ട്, എ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? എ ബി ബി, സി സി, ഡി ഡി ഇ, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഞാനിവിടെ പറയുന്നു എൻ്റെ ട്രാവേഴ്സിൻ്റെ പേര് ഡി ഇ എ ബി സി എന്നാണ്. ഓക്കെ, എൻ്റെ ട്രാവേഴ്സിൻ്റെ പേര് എ ഇ ഡി സി ബി എന്നാണ്. എന്താണ്? എ ഇ ഡി സി ബി എന്നാണ്. ഓക്കെ, ഇവിടെ നോക്കി, എ ബി സി ഡി എന്നായിരുന്നു എൻ്റെ പേര്, ട്രാവേഴ്സിൻ്റെ പേര്. ഇതാ എങ്ങനെ പറഞ്ഞു? ഈ ഡയറക്ഷനിൽ ഞാൻ പറഞ്ഞു എ ബി സി ഡി. ഇവിടെ ഞാൻ പറയുന്നത് എന്താ? എ ഇ ഡി സി, ഈ ഡയറക്ഷനിലാണ്. ഞാൻ എൻ്റെ ട്രാവേഴ്സ് ഏത് ഡയറക്ഷനിലാണോ പ്ലോട്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണ് ഈ സർവേ ലൈനിൻ്റെ പേര് പറയാനുള്ളത്. ഓക്കെ, ഞാൻ എൻ്റെ ട്രാവേഴ്സ് എ ബി സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് പ്ലോട്ട് ചെയ്ത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈനിൻ്റെ പേരെന്താണ്? ബി സി എന്നാണ് ഈ ലൈനിൻ്റെ പേര്. ഓക്കെ, ഈ ഒരു ട്രാവേഴ്സ് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എ ഇ ഡി സി ബി എന്നാണ് പറയുന്നതെങ്കിൽ ഈ ലൈനിൻ്റെ പേരെന്താണ്? സി ബി എന്നുള്ളതാണ്. എന്താണ്? സി ബി എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, ഇനി ഞാൻ ഇതിൽ ആ ലൈനിന് വേറൊരു ലൈൻ കൺസിഡർ ചെയ്യുന്നു, എ ബി. ഈ ലൈൻ കിടക്കുന്നത് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേഷൻ ഏതാണ്? എ ആണ്. സെക്കൻഡ് സ്റ്റേഷൻ ഏതാണ്? ബി ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേഷനിൽ ഫോർവേഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ എടുക്കുന്ന ആ ഒരു ബിയറിങ്ങിനെ പറയുന്ന പേരാണ് ഫോർവേഡ് ബിയറിംഗ് അഥവാ ഫോർ ബിയറിംഗ് എന്ന് പറയും. ഓക്കെ, ഫോർവേഡ് ബിയറിംഗ് എന്ന് പറയും. ഓക്കെ, ഫോർവേഡ് ഡയറക്ഷനിൽ ഫസ്റ്റ് സ്റ്റേഷനിൽ എടുക്കുന്ന ബിയറിങ്ങിനെ പറയുന്ന പേരാണെന്ത്? ഫോർ ബിയറിംഗ്. മനസ്സിലായല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡയറക്ഷൻ എങ്ങനെ? എയിൽ നിന്ന് ബിയിലേക്കല്ലേ ഞാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ബിയിൽ നിന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ അതെന്താണ്? ബാക്ക്വേർഡ് ഡയറക്ഷനാണ്. നോക്കിയേ, ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട്, എ ബി സി ഡി ആണ് എൻ്റെ ട്രാവേഴ്സ് എങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട് നോക്കിയാൽ അതെൻ്റെ ഫോർവേഡ് ഡയറക്ഷന്, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് നോക്കുകയാണെങ്കിൽ അതെൻ്റെ ബാക്ക്വേർഡ് ഡയറക്ഷനുമാണ്. സോ ഞാൻ ബിയറിംഗ് എടുക്കുന്നത് ബിയിൽ നിന്നാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ബാക്ക്വേർഡ് ബിയറിംഗ് അഥവാ ബാക്ക് ബിയറിംഗ്. ഓക്കെ, ബാക്ക്വേർഡ് ബിയറിംഗ് അഥവാ ബാക്ക് ബിയറിംഗ്.
ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. എൻ്റെ ഡയറക്ഷൻ നോക്കുക. ശരി, ഇതേ സംഭവം ഞാൻ ഇനി തിരിച്ചു പറയാം. എനിക്കെന്തുണ്ട്? എ ബി എന്ന് പറയുന്ന ലൈനുണ്ട്. ആ ലൈൻ ഏത് ട്രാവേഴ്സിലുള്ളതാണ്? ഒരു ഡി സി ബി എ എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സിലുള്ളതാണ്. നോക്കിയേ, ബി കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? എ വരുന്നത്. ഓക്കെ, ഈ ലൈനിന്റെ പേരെന്താണ്? ബി എ എന്നാണ് ഈ സർവേ ലൈനിന്റെ പേര്. പേരെന്താണ്? ബി എ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ബിയിൽ എടുക്കുന്ന എന്താണ്? ഫസ്റ്റ് സ്റ്റേഷനിൽ എടുത്താൽ ഞാനത് ഫോർ ബിയറിംഗ് ആണ്. എയിൽ എടുത്താൽ അതെന്താണ്? ബാക്ക് ബിയറിംഗ് ആണ്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്നും അടുത്ത സ്റ്റേഷനിലേക്ക് നോക്കിയാൽ അത് ഫോർ ബിയറിംഗ്. അടുത്ത സ്റ്റേഷനിൽ നിന്ന് നേരെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അതെന്താണ്? ബാക്ക് ബിയറിംഗ്. ഓക്കെ, അതെന്താണ്? ബാക്ക് ബിയറിംഗ് ആണ്. ഈ ലൈനിന്റെ പേരെന്താ? ഈ ലൈനിന്റെ പേര് എ ബി എന്നാണ്. ഓക്കെ, ശരി, ഞാൻ ഇനി എന്താ എഴുതുക? ഫസ്റ്റ് ലൈനിന്റെ പേരെന്താ? എ ബി. സെക്കൻഡ് ലൈനിന്റെ പേരെന്താ? ബി എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിൽ എടുക്കുന്ന ബിയറിംഗ് എന്തായിരിക്കും? ഫോർ ബിയറിംഗ് ആയിരിക്കും. ബിയിൽ എടുക്കുന്ന എന്തായിരിക്കും? ബാക്ക് ബിയറിംഗ് ആയിരിക്കും. ഓക്കെ, ലൈനിന്റെ പേര് ബി എ എന്നാണെങ്കിൽ ഞാൻ ബിയിൽ എടുക്കുന്നത് എന്തായിരിക്കും? ഫോർ ബിയറിംഗ് ആയിരിക്കും. എയിൽ എടുക്കുന്നത് ബാക്ക് ബിയറിംഗ് ആയിരിക്കും. ഓക്കെ, ലൈനൊക്കെ സെയിം തന്നെയാണ്. എ ബി. നോക്കിയേ, ലൈനിന്റെ പേര് ബി എ എന്നാണെങ്കിൽ ഇതെന്താണ്? ഫോർ ബിയറിംഗ്. ഇതെന്താണ്? ബാക്ക് ബിയറിംഗ്. ലൈനിന്റെ പേര് എ ബി ആണെങ്കിൽ എന്താ? ഇത് ഫോർ ബിയറിംഗ്. ഇതെന്താണ്? ബാക്ക് ബിയറിംഗ്. ഓക്കെ, എന്താണ് ഫോർ ബിയറിംഗ്, ബാക്ക് ബിയറിംഗ് എന്ന് മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ബിയറിംഗ് തന്നിരുന്നാൽ ബാക്ക് ബിയറിംഗ് എങ്ങനെ കണ്ടുപിടിക്കുക? അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കാനുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഫോർ ബിയറിംഗ് തന്നിരുന്നാൽ എങ്ങനെ ബാക്ക് ബിയറിംഗ് കണ്ടെത്തും, ബാക്ക് ബിയറിംഗ് തന്നിരുന്നാൽ എങ്ങനെ ഫോർ ബിയറിംഗ് കണ്ടെത്തും. ഓക്കെ, ഇതിനും കുറേ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമ്മൾ നേരത്തെ പഠിച്ച 2 റിലേഷൻ, ഓക്കെ, പാരലൽ ലൈൻസിന്റെ ആംഗിളുകൾ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കിത് പ്രോബ്ലത്തിൽ കൂടെ ഡീൽ ചെയ്യാം. അതായിരിക്കും ഏറ്റവും എളുപ്പം. നോക്കിയേ, ഈ തന്നിരിക്കുന്നത് ഫോർ ബിയറിംഗ് ആണ്. ഓക്കെ, ഈ തന്നിരിക്കുന്നത് ഫോർ ബിയറിംഗ് ആണ്. കൺവേർട്ട് ഗിവൺ ഫോർ ബിയറിംഗ് ടു ബാക്ക് ബിയറിംഗ്. ഓക്കെ, ഫോർ ബിയറിംഗിൽ നിന്ന് ബാക്ക് ബിയറിംഗിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യണം. ഞാനൊരു ലൈനിന്റെ ഫോർ ബിയറിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ ലൈനിന്റെ പേരെന്താണ്? എ ബി എന്ന് തന്നെയാണ് ലൈനിന്റെ പേര്. ലൈനുകളുടെ എല്ലാത്തിൻ്റെ പേരെന്താണ്? എ ബി എന്ന് പറയുന്ന ലൈനാണ്. ഓക്കെ, എ ബി ലൈൻ. ശരി, ഞാൻ ആദ്യത്തെ പടം വരയ്ക്കാം. നോക്കിയേ, എ ബി ലൈൻ. അപ്പം ഫോർ ബിയറിംഗ് ആണെങ്കിൽ ഇത് എവിടെ എടുക്കണം? എയിൽ എടുക്കണം അല്ലേ? എയിലെ പോയിന്റ് ആണ്. നോക്കിയേ, 48-20 എവിടെ വരും? ഇതെന്ന് പറയുന്നത് 0 ഡിഗ്രി നോർത്താണ്. ഇതെന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണ്. നമുക്ക് എത്ര എടുക്കാനുള്ള? 48-20 അല്ലേ? 48 ഡിഗ്രി 20 മിനിറ്റ്. ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ? 48-20 എന്ന് പറയുമ്പോൾ അവിടെ വരാൻ പറ്റും. കാരണം 90 കൂടിയാലല്ലേ അടുത്ത ക്വാർട്ടറിൽ പോവുള്ളൂ. സോ ഞാനത് അവിടെ എഴുതി. എനിക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ളത്. ബാക്ക് ബിയറിംഗ് ഞാൻ കണ്ടുപിടിക്കണം. ഇതല്ലേ ബാക്ക് ബിയറിംഗ്? ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, പേര് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു? പേര് കൊടുക്കും. എന്താ എൻ്റെ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാനുള്ള സാധനത? ഇത് അതൊക്കെ മാർക്ക് ചെയ്തിടുക. അപ്പോഴേ കണ്ടുപിടിക്കാനുള്ള ഇതാണ്. എനിക്കറിയാവുന്ന ഏതാണ്? 48 ഡിഗ്രി 20 മിനിറ്റ് എന്നുള്ളതാണ്. അത് വെച്ചിട്ട് വേറെ ഒന്നുമില്ല. പടത്തിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പടത്തിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ച സംഭവം. പടത്തിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതാ നോക്കിയേ, ഈ ലൈനെ ഞാൻ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ലൈനെ ഞാൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലൈനെ ഞാൻ എന്ത് ചെയ്യുക? നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈനിനെ ഞാൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് 48 ഡിഗ്രി 20 മിനിറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതും 48 ഡിഗ്രി 20 മിനിറ്റ് തന്നെ ആയിരിക്കും. ഒരേ സ്ഥലത്ത് വരുന്ന ആംഗിളുകളല്ലേ? റെഡ് കണ്ടുപിടിച്ചാൽ പോരെ. ഇനി റെഡിന് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ടാമത്തെ റിലേഷൻ പഠിച്ചു. എന്താ? ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ ഈ തീറ്റ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. തീറ്റ ഈസ് ഈക്വൽ ടു എത്ര? ഇത് തൊട്ട് ഇതുവരെ 48 ഡിഗ്രി 20 മിനിറ്റ് പ്ലസ് എത്ര? ഇത് തൊട്ട് ഇതുവരെ 180 ഡിഗ്രി അല്ലേ? വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 180 പ്ലസ് 48 എത്ര കിട്ടുന്നു? 128 ഡിഗ്രി 28. മനസ്സിലായല്ലോ? നമ്മൾ ഈ തന്നിരിക്കുന്ന ലൈന് ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു. ഈ ആംഗിളും ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. സോ ടോട്ടൽ ഇട്ട് എന്താ ചെയ്താൽ മതി? 180, 48 രണ്ടും കൂടെ കൂട്ടി. ഓക്കെ, ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കാതെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. ഈ 130 നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കോ. നെക്സ്റ്റ് 300 നോക്കാം നമുക്ക്. 300 നെക്സ്റ്റ് നമുക്ക് 300 ഡിഗ്രിയാണ് നോക്കാനുള്ളത്. ഓക്കെ, 300 ഡിഗ്രിയാണ് നോക്കാം.
നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഓക്കെ, അടുത്ത് 300 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ എവിടെ വരും? 90, 180, 270. എവിടെ വരുന്നത് 300 എന്ന് പറയുന്നത്? ഇവിടെയാണ് വരുന്നത് അല്ലേ? 300. ഓക്കെ, 300 നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് ആണ് വേണ്ടത് അല്ലേ? ബാക്ക് ബിയറിംഗ്. ഓക്കെ, നോക്കിയാൽ നമുക്കിതിൻ്റെ ബാക്ക് ബിയറിംഗ് വേണം. ബാക്ക് ബിയറിംഗ് എവിടെ ഞാൻ കണ്ടുപിടിക്കുക? ബിയിൽ കണ്ടുപിടിക്കുക. ഏതാ ബാക്ക് ബിയറിംഗ്? ഈ ആംഗിളാണ് നമുക്ക് വേണ്ടതല്ലേ? ഈ ആംഗിൾ എത്ര, ഈ തീറ്റ എത്ര എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത് അതുപോലെ എന്ത് ചെയ്യുക? ഈ ലൈനിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. നോക്കി, ഇത് തൊട്ട് നോർത്ത് തൊട്ട് നമ്മുടെ സർവേ ലൈൻ വരെ ഇവിടെ 300 ആണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും? 300 ഡിഗ്രി തന്നെ ആയിരിക്കൂലേ? 300 ഡിഗ്രി തന്നെ ആയിരിക്കും. എനിക്ക് വേണ്ടത് ഏതാ? ഈ റെഡ് ലൈനാണ്. ഇതാ നോക്കിയേ, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ. എത്രയുണ്ട് സ്ട്രൈറ്റ് ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്? 180 ഡിഗ്രി. സോ എനിക്ക് തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പടത്തിൽ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? തീറ്റ എത്രയുണ്ട്? ഇത് ടോട്ടൽ എത്ര? 300 ഡിഗ്രി അല്ലേ? 300 ഡിഗ്രി മൈനസ് ഇത് ഇതുവരെ എത്ര? ഈ സ്ട്രൈറ്റ് ലൈനിൻ്റെ എത്ര? സ്ട്രൈറ്റ് ലൈൻ്റെത് 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി. 300 നിന്ന് 180 കുറയ്ക്കുമ്പോൾ എത്ര നമുക്ക്? 120 അല്ലേ? 120 ഡിഗ്രി നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ നമ്മുടെ വാല്യൂ തീറ്റ എത്ര കിട്ടുന്നു? 120 ഡിഗ്രിന്ന് കിട്ടുന്നു. ഓക്കെ, ഒരു ഇക്വേഷൻ പോലും കാണാതെ പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്തു? 4 ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ ഓപ്ഷനിൽ വന്നുകൂടെ? ഓപ്ഷനിൽ നമുക്ക് ബാക്ക് ബിയറിംഗ് എങ്ങനെ കണ്ടുപിടിക്കാൻ ഇക്വേഷനും വന്നുകൂടെ? സോ അതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. ഓക്കെ, ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 2 എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാനൊരു ആംഗിൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ലൈനിൻ്റെ 4 ബിയറിംഗ് ഞാൻ തന്നിട്ടുണ്ട്. 4 ബിയറിംഗ്, ഫസ്റ്റ് 4 ബിയറിംഗ് ഞാൻ ABയുടെ തന്നിരിക്കുന്നത് ഒരു 120 ഡിഗ്രിയാണ്. 120. രണ്ടാമത് ഞാൻ തന്നിരിക്കുന്നത് ഒരു 250 ഡിഗ്രിയാണ് ഞാൻ തന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇപ്പോൾ പടമൊക്കെ വരച്ച് നമുക്ക് നല്ല രീതിയിൽ കണ്ടുപിടിക്കാൻ അറിയാം. അങ്ങനെ തന്നെ വേണം നമ്മൾ ചെയ്യാനുള്ളത്. നോക്കിയേ, ഇനി ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? വളരെ എളുപ്പമാണ്. ഇക്വേഷനും വളരെ എളുപ്പമാണ്. നോക്കിയേ, ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ ഞാൻ ആദ്യത്തെ ആളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുക. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് പഠിക്കാനുള്ളത്. ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 എന്ന് എഴുതിയതിന് ശേഷം ഇതാ ഞാൻ എഴുതാൻ പോകുന്നുണ്ടോ? ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180. ഇതാണ് എൻ്റെ ഇക്വേഷൻ എന്ന് എനിക്കറിയാം. ഇതിൽ ഞാൻ എന്ത് എഴുതാൻ പോകണു? ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ്. ഇനിയാണ് ഞാൻ നോക്കാനുള്ളത്. ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ്. ഞാനിവിടെ പ്ലസ് 180 കൊടുക്കണോ മൈനസ് 180 കൊടുക്കണോ? എപ്പോഴാണ് നോക്കാനുള്ളത്? ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് എന്ന് ഞാൻ എഴുതിയതിന് ശേഷം നോക്കണം പ്ലസ് ആണോ മൈനസ് ആണോ എന്ന്. ഓക്കെ, ഇനി 120 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. 120. ശരി, ഞാൻ എന്ത് ചെയ്യുന്നു? 120 ആണ് എനിക്ക് കൊടുക്കാനുള്ളത്. നോക്കിയേ, ഇറ്റ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് തന്നിട്ടുണ്ട് 120 പ്ലസ് 180 എന്ന് ഞാൻ എഴുതി. ഓക്കെ, പ്ലസ് 180 എന്ന് ഞാൻ എഴുതി. ഇനി ഇതാ ഇപ്പുറത്ത് ഞാൻ ബാക്ക് ബിയറിംഗ് 4 ബിയറിംഗ് 120 മൈനസ് 180 എന്ന് ഞാൻ എഴുതി. നോക്കി, പ്ലസ് ഓർ മൈനസ് 180 അല്ലേ? പ്ലസ് ഓർ മൈനസ് 180 ആണ്. ഒന്നിൽ ഞാൻ എന്ത് എഴുതാം? പ്ലസ് 180 കൊടുക്കാം. എനിക്കിവിടെ എന്ത് ചെയ്യാം? പ്ലസ് 180 കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് മൈനസ് 180 എന്ന് കൊടുക്കുന്നു. പ്ലസ് ഓർ മൈനസ് ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നു? രണ്ടാളിനും കൊടുക്കുന്നു. പ്ലസ് 180 കൊടുത്തു, മൈനസ് 180 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഉത്തരം എത്ര നമുക്ക് കിട്ടുന്നത്? ആൻസർ 120 പ്ലസ് 180 എത്ര കിട്ടുന്നത്? 300 അല്ലേ? 300 ഡിഗ്രി എന്ന് എനിക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇവിടെ എനിക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? 120യിൽ നിന്ന് 180 കുറയുന്നു. ആൻസർ എത്ര? മൈനസ് 60 ഡിഗ്രി അല്ലേ? മൈനസ് 60 ഡിഗ്രി. നോക്കി, ഞാൻ രണ്ടും ചെയ്തു, പ്ലസും ചെയ്തു മൈനസും ചെയ്തു. നോക്കി, ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരത്തിലൊരു നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ആംഗിൾ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, 4 ബിയറിംഗ് ബാക്ക് ബിയറിംഗ് കൺസെപ്റ്റിൽ നെഗറ്റീവ് ആംഗിൾ ഇല്ല. സോ ഈ ഉത്തരം എന്താണ്? തെറ്റാണ്. ഉത്തരം എത്രയാണ്? തെറ്റാണ്. സോ ശരിക്കുള്ള ഉത്തരം എത്രയാണ്? 300 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിനി എന്താ ഉത്തരം ഒരിക്കലും തെറ്റിക്കാൻ പറ്റത്തില്ല. ശരി, ഇതാ നോക്കാം. 250 ഇതേ കൺസെപ്റ്റിൽ നോക്കാം നമുക്ക്. 4 ബിയറിംഗ് എത്രയാണ് തന്നിട്ടുണ്ട്? 250 ആണ് തന്നിട്ടുണ്ട്. 4 ബിയറിംഗ് എത്ര തന്നിട്ടുണ്ട്?
250 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്താ എൻ്റെ ബാക്ക് ബിയറിംഗിൻ്റെ ഇക്വേഷൻ? ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180. ഓക്കെ, ശരി, ഞാൻ എന്തെഴുതുന്നു? ആദ്യം ഇവിടെ 4 ബിയറിംഗ് പ്ലസ് 180 എഴുതുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? 4 ബിയറിംഗ് മൈനസ് 180 എഴുതുന്നു. രണ്ടും എഴുതുന്നു. ഓക്കെ, 4 ബിയറിംഗ് എത്ര വന്നിട്ടുള്ളത്? 250 അല്ലേ? 250 പ്ലസ് 180 കൊടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 250 പ്ലസ് 180 എത്രടാ? 430. ഓക്കെ, ഇവിടെ 250 മൈനസ് 180 ഞാൻ കൊടുക്കുന്നു. എത്ര ഉത്തരം? 250 70 ഡിഗ്രി എന്ന് ആൻസർ കിട്ടി അല്ലേ? 50 മൈനസ് 180 70 ഡിഗ്രി എന്ന് ആൻസർ കിട്ടി. ഓക്കെ, 70 ഡിഗ്രി നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ കിട്ടിയിരിക്കുന്ന ഉത്തരം ഗ്രേറ്റർ ദാൻ 360 ആണ്. നമുക്ക് എത്ര വരത്തുള്ളൂ? മാക്സിമം 360 വരെയല്ലേ വരത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 360 ആണ്. സോ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്താണ്? തെറ്റാണ്. കിട്ടിയിരിക്കുന്ന ഉത്തരം തെറ്റാണ്. സോ നമുക്ക് ഇതാണ് കറക്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് 180. എപ്പോൾ? ഇഫ് 4 ബിയറിംഗ് ലെസ് ദാൻ 180. 4 ബിയറിംഗ് ലെസ് ദാൻ 180 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് ബിയറിംഗ് കിട്ടാനായിട്ട് 4 ബിയറിംഗിൻ്റെ കൂടെ 180 കൂട്ടണം. ഓക്കെ, അതുപോലെ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് മൈനസ് 180. എപ്പോൾ? ഇഫ് 4 ബിയറിംഗ് ഗ്രേറ്റർ ദാൻ 180. നോക്കി, ഇവിടുത്തെ വാല്യൂ ഗ്രേറ്റർ ആണെങ്കിലല്ലേ ഈ കിട്ടുന്ന ഉത്തരം എനിക്ക് നെഗറ്റീവ് അല്ലാണ്ടിരിക്കുമോ? സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് കാണാതെ പഠിക്കേണ്ട, പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് പഠിച്ചു വയ്ക്കാനുള്ളത്. ഓക്കെ, 180യേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കൂട്ടിയാൽ മാത്രമേ എനിക്ക് 360 കിട്ടത്തുള്ളൂ. അതിനേക്കാൾ കുറഞ്ഞൊരു സംഖ്യ ആണെങ്കിൽ എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും അല്ലേ? 120 എന്ന് പറയുന്നത് 180യേക്കാൾ കുറഞ്ഞൊരു സംഖ്യയാണ്. നമുക്ക് ഉത്തരം എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. സോ അത് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ശരി. ഇതേ ഇവിടെ തിരിച്ചും നമുക്കൊരു കാര്യം പറയാം. ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ തിരിച്ചും പറയാം. എന്താ? 4 ബിയറിംഗ് ഈസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. ഈ ഒരു റിലേഷന് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ്? ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്ന 180യേക്കാൾ കുറഞ്ഞൊരു സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യണം? 180 കൂട്ടി കൊടുക്കണം അല്ലേ? ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് 180യേക്കാൾ കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 4 ബിയറിംഗ് ഈസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് പ്ലസ് 180 ആണോ അല്ലേ? ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 180. ഗ്രേറ്റർ വന്നാൽ എനിക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരില്ല അല്ലേ? സോ 4 ബിയറിംഗ് ഈസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി. ഓക്കെ, ഇതിൻ്റെ ഒരു 1-2 പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ടെക്നിക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇത് 4 ബിയറിംഗ് ബാക്ക് ബിയറിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി ഇതാ ഈ ക്വസ്റ്റ്യനിലെല്ലാം നമ്മുടെ 4 ബിയറിംഗ് തന്നിരുന്നത് എന്തിലാണ്? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ്. ഇനി ഇത് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ തരുന്ന നോക്കിക്കോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചെയ്യാം. സൗത്ത് 20 ഡിഗ്രി 10 മിനിറ്റ് ഈസ്റ്റ്. എങ്ങനെ വരയ്ക്കുക? സൗത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് 20 ഡിഗ്രി 10 മിനിറ്റ്. ഇതാണ് എൻ്റെ 4 ബിയറിംഗ് അല്ലേ? ഞാൻ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ബാക്ക് ബിയറിംഗ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കി, ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കുമോ? എ ബി ഇങ്ങനെ വരയ്ക്കോ? എ എന്ന് വരയ്ക്കോ? ബി എന്ന് വരയ്ക്കോ? നോക്കിയേ, ഇത് ഏത് സിസ്റ്റമാണ്? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം ആണല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തുള്ള മെറിഡിയനിൽ നിന്നുള്ള ആംഗിളാണ് എടുക്കാനുള്ളത്. നോക്കി, അടുത്തുള്ള മെറിഡിയനിൽ നിന്നുള്ള ആംഗിൾ. സോ ഞാൻ എന്ത് ചെയ്താൽ മതി? ക്വാഡ്രന്റൽ ബിയറിംഗിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അടുത്തുള്ള മെറിഡിയനിൽ നിന്ന് ഏറ്റവും ആദ്യം കിട്ടുന്ന ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ ആംഗിൾ കിട്ടണം അല്ലേ? തീറ്റ. ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നോക്കി, ഈ ആംഗിളും നോക്കി, ഇതെന്ന് പറയുന്ന സമാന്തര വരകളല്ലേ? പാരലൈൻസ് അല്ലേ? സോ ഈ രണ്ട് ആംഗിളും എന്ത് തന്നെയായിരിക്കും? തുല്യം തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, പക്ഷെ എന്താ ഇവിടെ പ്രത്യേകത? എന്താ? ഇവിടുത്തെ ലൈൻ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റിലാണ് കിടന്നത് അല്ലേ? സൗത്ത് ഈസ്റ്റ്. പക്ഷെ ഇവിടെ ആണെങ്കിലോ നോർത്ത് വെസ്റ്റിലാണ് കിടക്കുന്നത്. സോ ഈ ആംഗിളിനെ ഞാൻ എങ്ങനെയാ ക്വാഡ്രന്റൽ ബിയറിംഗിൽ എഴുതുക? നോർത്തിൽ നിന്നും 20 ഡിഗ്രി 10 മിനിറ്റ് വെസ്റ്റിലേക്ക് എന്ന് എഴുതണം അല്ലേ? സോ നോക്കിയേ, ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ?
സൗത്തിൽ നിന്നും 20 ഡിഗ്രി 10 മിനിറ്റ് ഈസ്റ്റിലേക്ക് എന്നുള്ളതിൻ്റെ ബാക്ക് ബിയറിംഗ് എഴുതിയപ്പോഴത്തേക്ക് ഈ ആംഗിൾ അതുപോലെ തന്നെ വന്നല്ലേ? എത്ര? 20 ഡിഗ്രി 10 മിനിറ്റ്. ഈ സൗത്തിന് പകരം ഇവിടെ എന്തായി? സൗത്തിന് പകരം അവിടെ നോർത്തായി. ഈസ്റ്റിന് പകരം എന്തായി? വെസ്റ്റായി അല്ലേ? ഓക്കെ, സൗത്തിന് പകരം എന്താവണം അവിടെ? സൗത്തിന് പകരം നോർത്ത് ആവണം. ഈസ്റ്റിന് പകരം എന്താവണം? വെസ്റ്റ് ആവണം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. പടം വരച്ചും ചെയ്യാം, പടം വരയ്ക്കാതെയും ചെയ്യാം. ഇനി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യുക. ഓക്കെ, ഇനി ഇതാ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഓരോന്നിൻ്റെ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? നോർത്തിന് ഞാൻ എന്തെന്ന് എഴുതി കൊടുക്കണം? നോർത്തിനെ റീപ്ലേസ് ചെയ്ത് സൗത്ത് എന്ന് എഴുതുക. ഈസ്റ്റിനെ റീപ്ലേസ് ചെയ്ത് എന്തെന്ന് എഴുതുക? വെസ്റ്റ് എന്ന് എഴുതുക. ഇവിടുത്തെ സൗത്തിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ എന്തെഴുതുക? നോർത്ത് എന്ന് എഴുതുക. ഈസ്റ്റിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ എന്തെന്ന് എഴുതുക? വെസ്റ്റിന് എഴുതുക. സൗത്തിന് പകരം നോർത്ത് എഴുതുക, വെസ്റ്റിന് പകരം ഈസ്റ്റ് എഴുതുക. നോർത്തിന് പകരം ഞാൻ എന്തെഴുതുക? സൗത്ത് എഴുതുക. വെസ്റ്റിന് പകരം ഞാൻ എന്തെഴുതുക? ഈസ്റ്റ് എഴുതുക. ഓക്കെ, ക്വാഡ്രന്റൽ ബിയറിംഗിൽ ഓക്കെ, എൻ്റെ ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് നോർത്ത് ഒരു ആംഗിൾ ഈസ്റ്റ് എന്നാണെങ്കിൽ അതിൻ്റെ ബാക്ക് ബിയറിംഗ് എന്ത് വരും? നോർത്തിന് വരെ ഞാൻ എന്ത് എഴുതണം? സൗത്ത് എഴുതണം അല്ലേ? ആംഗിൾ അതുപോലെ എഴുതണം അല്ലേ? ഈസ്റ്റിന് വരെ ഞാൻ എന്ത് എഴുതണം? വെസ്റ്റ് എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, ഇതേ ഒരു റിലേഷൻ നമ്മൾ എല്ലായിടത്തും ഫോളോ ചെയ്താൽ മതി. നോർത്ത് തീറ്റ, വെസ്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നോർത്തിന് വരെ ഞാൻ എന്ത് എഴുതണം? സൗത്ത് എഴുതണം. തീറ്റ അതുപോലെ എഴുതണം. വെസ്റ്റിന് വരെ ഞാൻ എന്ത് എഴുതണം? ഈസ്റ്റ് എന്ന് എഴുതണം. ഓക്കെ, ഈ റിലേഷൻ കീപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എല്ലാ കണക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ബേസിക് ആയിട്ടൊരു 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത നമുക്ക് ഡീൽ ചെയ്യാനുള്ള എന്താണ്? ഇൻക്ലൂഡഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അതെന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.